ഞങ്ങൾ ഒരു പാർട്ടിയായിട്ടല്ല ചർച്ച നടത്തിയിട്ടുമില്ല, ഒരു പാർട്ടിയും ക്ഷണിച്ചിട്ടുമില്ല. ജനങ്ങളെയാണ്. നിലമ്പൂരിൽ എന്താ അവരാരും കൊണ്ടായിട്ടാണോ? ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നല്ലേ പറഞ്ഞു. മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെടുന്നതിന്റെ തെളിവാണല്ലോ നിലമ്പൂരിൽ നമ്മൾ കണ്ടത്. ആ പ്രോസസ് ഇനിയും തുടരും. മുന്നണിയുടെ UDFന്റെ ജനകീയ അടിത്തറ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ചോദിച്ചതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ LDF ഇപ്പോഴേ തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. വാർഡ് വിഭജനം അശാസ്ത്രീയമാക്കി. വാർഡ് വിഭജനത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തി അശാസ്ത്രീയമായിട്ടാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ, രണ്ടാമത്തെ പ്രകടമായിട്ടുള്ള പക്ഷപാതവും അനീതിയും വാർഡിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാരുടെ എണ്ണം ഗ്രാമപഞ്ചായത്തിൽ 1300, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും 1100. ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ ത്രിതല വോട്ടർമാരാണ്. അവർ 3 വോട്ട് ചെയ്യണം. ഗ്രാമത്തിൽ വോട്ട് ചെയ്യണം, വിഷ്ണുവിന് വോട്ട് ചെയ്യണം, സണ്ണിവാസിന് വോട്ട് ചെയ്യണം, ഷാഫിക്ക് വോട്ട് ചെയ്യണം. 3 സ്ഥാനാർത്ഥികൾക്ക് അവർ വോട്ട് ചെയ്യണം. അവിടെ 1300 പേർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ. വേറാസ് അസംബ്ലിയിൽ അത് 1100. അസംബ്ലിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡ പ്രകാരം 1100. 3 വോട്ട് ചെയ്യേണ്ട, 1 വോട്ട് ചെയ്യേണ്ട അസംബ്ലിയിൽ അത് നിലമ്പൂർ അത് 1100. 3 വോട്ട് ചെയ്യേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 1300 ആക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോണം. 1300 പേര് വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളും ചെറിയ കുട്ടികൾ ഉൾപ്പെടുത്തി എടുത്തുകൊണ്ടുവരുന്ന സ്ത്രീകളുണ്ട്. അവർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോണം. അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളതിൽ കർശനമായിട്ട് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം കുറച്ചുകൊണ്ട് എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കണം. ഞങ്ങൾ ഒരു പാർട്ടിയായിട്ടല്ല ചർച്ച നടത്തിയിട്ടുമില്ല, ഒരു പാർട്ടിയും ക്ഷണിച്ചിട്ടുമില്ല. ജനങ്ങളെയാണ്. നിലമ്പൂരിൽ എന്താ അവരാരും കൊണ്ടായിട്ടാണോ? ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നല്ലേ പറഞ്ഞു.